ലീഗ് ആ സീറ്റിൽ പിന്നെ കോൺഗ്രസുമായിട്ട് വെച്ച് മാറാനുള്ള ധാരണ ഉണ്ടാക്കിയിരുന്നതാണ്. ഇസ്ലാമിക തീവ്രവാദത്തിൻ്റെ ബൈ പ്രൊഡക്റ്റ് എന്നുള്ള രീതിയിൽ ആ ഒരു സാമുദായിക ധ്രുവീകരണ മനോഭാവം ക്രിസ്ത്യാനികൾക്കിടയിലും വ്യാപകമായതിൻ്റെ ഗുണഭോക്താവായിട്ട് ബി ജെ പിക്ക് ഒരു 10,000-2,000 ചിലപ്പോൾ 5,000 വോട്ട് വരെയൊക്കെ പിടിക്കാൻ പറ്റും. ജോസ് കെ മാണി UDF-ലേക്ക് LDF വിട്ട് വന്നാൽ ജോസ് കെ മാണിക്ക് ഷുവർ സീറ്റ് എന്ന രീതിയിൽ ആ മണ്ഡലം വിട്ടുകൊടുക്കും. ഈ പാർട്ടി എന്ന് പറയുന്നത് ദേവഗൗഡയുടെ പാർട്ടിയാണ്. മേലെ BJP-യുമായിട്ട് അലയൻസ്, ഇവിടെ അവരുടെ സംസ്ഥാന ഘടകം CPM-ഉമായിട്ട് അലയൻസ്. അങ്ങനെ വളരെ വിചിത്രമായിട്ട് കാഴ്ചയുണ്ട്. UDF-ഓ LDF-ഓ ആരാ ജയിക്കാന്ന് എനിക്കറിയില്ല. പക്ഷേ അനുപാലന് 2ാം സ്ഥാനത്തെത്താനുള്ള സാധ്യതയുണ്ട്. നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിൽ UDF ജയിക്കുകയാണെങ്കിൽ തിരുവമ്പാടി സീറ്റ് UDF ജയിക്കും. നമസ്കാരം, വൈറ്റ് സ്വാൻ ടോക്സിലേക്ക് ഏവർക്കും സ്വാഗതം. നമസ്കാരം സർ. നമസ്കാരം. നമ്മുടെ നിയമസഭാ മണ്ഡലങ്ങൾ പരിശോധിക്കുകയായിരുന്നു. ഇന്ന് നമ്മൾ പരിശോധിക്കാൻ പോകുന്നത് തിരുവമ്പാടിയും അതുപോലെ തന്നെ തിരുവല്ലയുമാണ്. ആദ്യമായിട്ട് തിരുവമ്പാടിയിലേക്ക് വരുമ്പോൾ നിലവിലെ ലിൻഡോ ജോസഫാണ് അവിടുത്തെ MLA. CPM-ന്റെ ജനപ്രതിനിധിയാണ്. 2026 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഈ ഒരു മണ്ഡലത്തിന്റെ സാഹചര്യം എന്തായിരിക്കും? ഈ മണ്ഡലത്തെക്കുറിച്ച് പറയുന്നതിന് മുമ്പ് എനിക്ക് പ്രേക്ഷകരോട് ഒരു ഖേദപ്രകടനം നടത്താനുണ്ട്. കഴിഞ്ഞ ദിവസം പിന്നെ നമ്മൾ പരിശോധിച്ച മണ്ഡലങ്ങൾ നെയ്യാറ്റിൻകര മണ്ഡലവും അതേപോലെ തന്നെ ഉദുമ നിയമസഭാ മണ്ഡലമാണ് നമ്മൾ പരിശോധിച്ചത്. അതിൽ ഉദുമ നിയമസഭാ മണ്ഡലത്തെക്കുറിച്ച് പറഞ്ഞപ്പോൾ ഞാൻ റെഫർ ചെയ്യാതിരുന്ന എൻ്റെ ഭാഗത്ത് പറ്റിയിട്ടുള്ള തെറ്റാണ്. നിലവിലെ MLA CH കുഞ്ഞമ്പു CPM-ന്റെ ജില്ലാ സെക്രട്ടറിയാണ് എന്ന് ഞാൻ പറഞ്ഞു. എൻ്റെ ഓർമ്മ അങ്ങനെയായിരുന്നു. അങ്ങനെ ഒരു ബോധ്യത്തിൽ നിൽക്കുന്നത് കൊണ്ട് ഞാനത് ക്രോസ് ചെക്ക് ചെയ്യാൻ നിന്നില്ല, ഞാൻ റെഫർ ചെയ്യാൻ നിന്നില്ല എന്നുള്ളത് എൻ്റെ ഭാഗത്ത് പറ്റിയിട്ടുള്ള വസ്തുതാപരമായിട്ടുള്ള പിഴവാണ്. അതിനെ പ്രിയപ്പെട്ട പ്രേക്ഷകരോട് ഖേദം പ്രകടിപ്പിക്കുകയാണ്. ഇനി തിരുവമ്പാടിയിലേക്ക് വരികയാണെങ്കിൽ, തിരുവമ്പാടി നിയമസഭാ മണ്ഡലം 1977 രൂപീകൃതമായ മണ്ഡലമാണ്. പരിപൂർണമായും കുടിയേറ്റ കർഷകരുടെ കേന്ദ്രങ്ങളാണ്. അവിടെ ക്രൈസ്തവ വോട്ടുകളും മുസ്ലിം വോട്ടുകളും നിർണായകമായിട്ടുള്ള, അതിൽ ക്രൈസ്തവ വോട്ടുകളിൽ തന്നെ താമരശ്ശേരി രൂപതയുടെ പ്രധാനപ്പെട്ട ഒരു മേഖലയാണ് ഈ തിരുവമ്പാടി നിയമസഭാ മണ്ഡലം എന്ന് പറയുന്നത്. കത്തോലിക്ക വോട്ടുകളാണ് ഏറ്റവും പ്രധാനമായിട്ടുള്ള ക്രൈസ്തവ വോട്ടുകൾ. മറ്റ് നിലമ്പൂരിൽ നിന്നുള്ളതുപോലെ എല്ലാ സഭകളുടെയും സാന്നിധ്യമൊന്നും അത്രയില്ല. ഏറ്റവും കൂടുതലുള്ളത് കത്തോലിക്ക സഭയിൽപ്പെട്ട വിശ്വാസികളാണ്. ഈ മണ്ഡലത്തിൻ്റെ സവിശേഷത എന്ന് പറയുമ്പോൾ ഇപ്പോൾ അവിടെ പഞ്ചായത്തുകൾ എന്ന് പറഞ്ഞാൽ മുക്കം, കോടഞ്ചേരി, കൂടരഞ്ഞി, പുതുപ്പാടി, കാരശ്ശേരി, കൊടിയത്തൂര്, തിരുവമ്പാടി. എല്ലാ സ്ഥലവും കൊടിയത്തൂർ ഒഴിച്ച് ബാക്കിയുള്ളത് മുഴുവൻ പരിപൂർണമായും മലയോര കർഷകരുടെ, കുടിയേറ്റ കർഷകരുടെ മേഖലയാണ്. അപ്പോൾ ഈ മണ്ഡലത്തിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ 1977 രൂപീകൃതമായി. ആദ്യം കോൺഗ്രസ് ആണ് അവിടെ മത്സരിച്ചിരുന്നത്. എന്നാൽ ഈ 91 തൊട്ട് ആ സീറ്റ് ഐക്യജനാധിപത്യ മുന്നണിക്കകത്ത് മുസ്ലിം ലീഗിന് വിട്ടുകൊടുത്തു. അപ്പോൾ ആദ്യം കോൺഗ്രസിൻ്റെ സ്ഥാനാർത്ഥിയായിട്ട് സിറിയക് ജോൺ 77, 80, 82 ജയിക്കുന്നു. പിന്നീട് നമ്മളെ മന്ത്രിയൊക്കെയായി മാറിയ PP ജോർജ്, പിന്നീട് അദ്ദേഹം തൃശ്ശൂർ ജില്ലയിൽ നിന്നാണ് മത്സരിച്ചിരുന്നത്. 87 അവിടെ നിന്ന് മത്സരിച്ച് ജയിക്കുന്നു. അതിനുശേഷം പിന്നെ 91 ഈ സീറ്റ് ഇവർക്ക് വിട്ടുകൊടുക്കുമ്പം UML-ന്റെ AV അബ്ദുറഹ്മാൻ 91, 96 ജയിക്കുന്നു. 2001 C മോയിൻകുട്ടിയും ജയിക്കുന്നു. 77 രൂപീകൃതമായ ആ മണ്ഡലത്തിൽ ആദ്യമായി ഒരു കമ്മ്യൂണിസ്റ്റുകാരൻ ജയിക്കുന്ന, ഇടതു മുന്നണി വിജയിക്കുന്നത് 2006 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ, പ്രത്യേകിച്ച് VS എഫക്റ്റ് ഇങ്ങനെ നിൽക്കുന്ന സമയത്ത് 2006 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ VS അച്യുതാനന്ദൻ്റെ വലങ്കൈയായിരുന്നു മത്തായി ചാക്കോ. പഴയ DYFയുടെ ജില്ലാ സെക്രട്ടറി ആയിരുന്നു, CPM സംസ്ഥാന കമ്മിറ്റി മെമ്പറായിരുന്നു, നല്ല മികച്ച വാഗ്മിയായിരുന്നു, നല്ല സംഘാടകനായിരുന്നു, നല്ല കമ്മ്യൂണിസ്റ്റ് മൂല്യങ്ങൾ ഉയർത്തിപ്പിടിച്ച് ജീവിച്ചിട്ടുള്ള വ്യക്തിയായിരുന്നു മത്തായി ചാക്കോ മത്സരിച്ച് വിജയിക്കുന്നു. മത്തായി ചാക്കോ ജീവിച്ചിരുന്നെങ്കിൽ ഒരു പക്ഷേ പുള്ളിയും പാർട്ടി മൂലയ്ക്കാക്കിയേനെ, എടുത്തു പുറത്തിട്ടേനെ. NN കൃഷ്ണദാസിനെയും മറ്റേ ഒക്കെ ചെയ്ത ശശിധരനെയൊക്കെ ചെയ്തതുപോലെ പുള്ളി അതിനൊന്നും ഇടയാവാതെ പോയി. കാരണം പുള്ളിക്ക് അർബുദ രോഗമായിരുന്നു. പുള്ളി ഈ റിസൾട്ട് വരുന്ന സമയത്തേക്ക് പുള്ളി ഹോസ്പിറ്റലൈസ്ഡ് ആയിരുന്നു. അദ്ദേഹത്തിന് നിയമസഭയിൽ പോയിട്ട് സത്യപ്രതിജ്ഞ ചെയ്യാൻ പോലും പറ്റിയില്ല. അദ്ദേഹത്തിൻ്റെ മരണശേഷമാണ് കുപ്രസിദ്ധമായ ഈ നികൃഷ്ടജീവി പ്രയോഗം ബിഷപ്പിനെതിരെ ഇദ്ദേഹം നടത്തുന്നത്, പിണറായി വിജയൻ നടത്തുന്നത്. കാരണം അദ്ദേഹത്തിന് അന്ത്യകൂദാശ കൊടുത്തിരുന്നു എന്ന് ഒരു ബിഷപ്പ് അവകാശപ്പെട്ടപ്പം അത് ശരിയല്ല എന്ന് പറഞ്ഞിട്ടാണ് നികൃഷ്ടജീവി പ്രയോഗം ബിഷപ്പിനെതിരെ നടത്തിയിട്ടുള്ളത്. ആ 2006 മത്തായി ചാക്കോ അങ്ങനെ മരണപ്പെട്ട് കഴിഞ്ഞിട്ട് ഉണ്ടായ ഉപതെരഞ്ഞെടുപ്പിൽ അവിടെ ജോർജ് M. തോമസ്, CPM-ന്റെ ഏരിയ സെക്രട്ടറി ആയിരുന്നു, താമരശ്ശേരി ഏരിയ സെക്രട്ടറി ആയിരുന്ന ജോർജ് M. തോമസ് അവിടെ നിന്ന് മത്സരിച്ച് വിജയിച്ചു. എന്നാൽ 2011 തെരഞ്ഞെടുപ്പിൽ ജോർജ് M. തോമസ് പരാജയപ്പെടുന്നു. 2011 അവിടെ നിന്ന് മത്സരിച്ച് വിജയിച്ചത് C. മോയിൻകുട്ടി, മുസ്ലിം ലീഗ് തന്നെ വീണ്ടും തിരിച്ചു വന്നു. എന്നാൽ 2016 വീണ്ടും ജോർജ് M. തോമസ് MLA ആവുന്നു. ഈ ജോർജ് M. തോമസ് MLA ആയ സമയത്ത് ഒരുപാട് കൊള്ളരുതായ്മകൾ കാണിച്ചു. അവ കടും വെട്ടുകയായിരുന്നു. നമ്മൾ റബ്ബർ സ്ലോട്ടർ വെട്ടത്തില്ല, അതേപോലെ തന്നെ. കാരണം പുള്ളി പൈസ ഉണ്ടാക്കി അതിന് പുറത്ത് ഇപ്പോൾ പാർട്ടിയുടെ നടപടിയൊക്കെ നേരിട്ടുകൊണ്ടിരിക്കുകയാണ്. CPM-നകത്ത് തന്നെ പുള്ളി അത്രയും വെറുക്കപ്പെട്ടവനായിട്ട് മാറി. പ്രവർത്തകർക്കൊക്കെ അഹങ്കാരവും ജാടയും ധാർഷ്ട്യവും അഴിമതിയും ഈ ഭീഷണിയും സ്വജനപക്ഷപാതവും എല്ലാം എന്തൊക്കെ ചെയ്യാൻ പാടില്ല അതൊക്കെ ചെയ്യാൻ പാടില്ലാത്തത് മാത്രം ചെയ്യുന്നതിൽ താല്പര്യം കണ്ടെത്തിയിരുന്ന ഒരു വികൃത ജന്മം എന്നൊക്കെ ആരെങ്കിലും വിശേഷിപ്പിച്ചാൽ പോലും കുറ്റം പറയാൻ പറ്റാത്ത ഒരാൾ. കഴിഞ്ഞ തവണ അവിടെ ലിൻഡോ ജോസഫ് മത്സരിച്ച സമയത്ത് ലിൻഡോയ്ക്കെതിരെ മത്സരിച്ചത് CP ചെറിയോമത് മുസ്ലിം ലീഗ് മാറിയാണ് ആളുകളെ പരീക്ഷിക്കുന്നത്. കഴിഞ്ഞ 3-4 തെരഞ്ഞെടുപ്പുകൾ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ 3000 തൊട്ട് 4000 വരെയുള്ള ഡിഫറൻസാണ് ജയിക്കുന്നവരും തോൽക്കുന്നവരും തമ്മിലുള്ള വ്യത്യാസം എന്ന് പറയുന്നത്. BJP അവിടെ വലിയ ഒരു സാന്നിധ്യമൊന്നുമല്ല. പക്ഷേ
അവർ 8,000 വോട്ട് അതുകൊണ്ടെങ്കിൽ 10,000 വോട്ട് വരെയൊക്കെ ആക്കാൻ ഇപ്പോൾ ഈ കാസ പോലെയുള്ള സംഘടനകൾ, അതേപോലെ തന്നെ CPM വോട്ട് ചെയ്തിരുന്നവർക്കും ബാക്കിയുള്ളവർക്കും ഒക്കെ പൊതുവെ ഒരു ഇസ്ലാമിക തീവ്രവാദത്തിൻ്റെ ബൈ പ്രൊഡക്റ്റ് എന്നുള്ള രീതിയിൽ ആ ഒരു സാമുദായിക ധ്രുവീകരണ മനോഭാവം ക്രിസ്ത്യാനികൾക്കിടയിലും വ്യാപകമായതിൻ്റെ ഗുണഭോക്താവായിട്ട് BJPക്ക് ഒരു 10,000-2,000 ചിലപ്പോൾ 5,000 വോട്ട് വരെയൊക്കെ പിടിക്കാൻ പറ്റും കൂടുതൽ. അപ്പോൾ അങ്ങനെ വന്നാൽ ഒരു 12,000 വോട്ട് 13,000 വോട്ട് വരെ അവർക്ക് പിടിക്കാൻ പറ്റുള്ളൂ. മത്സരം LDFും UDFും തമ്മിലായിരിക്കും. ശക്തമായ ത്രികോണ മത്സരമൊന്നും ഉണ്ടാവില്ല. ലിൻഡോ തന്നെ അവിടെ സ്ഥാനാർത്ഥിയാവാൻ സാധ്യതയുണ്ട്. ലിൻഡോ ഒരു ടൈം കൂടെ വരും. ലിൻഡോയ്ക്ക് ഫസ്റ്റ് ടൈമിൽ വിജയിച്ചു, ചെറുപ്പക്കാരനാണ് ലിൻഡോ. പിന്നെ ഈ ബാക്കിയുള്ള ബാലുശ്ശേരി MLA നമ്മുടെ സച്ചിൻ ദേവിനെ എന്നും പോലെയോ അങ്ങനെയുള്ള കാട്ടിക്കൂട്ടലുകൾക്കൊന്നും പോകാറില്ല. അങ്ങനെയുള്ള കോപ്രായങ്ങളൊന്നും കാണിക്കാൻ നിൽക്കാറില്ല. മാന്യനായിട്ടുള്ള രാഷ്ട്രീയ പ്രവർത്തകനാണ്, ചെറുപ്പക്കാരനാണ്. അതേപോലെ തന്നെ മതേതരമായിട്ടാണ്, വളരെ സെക്കുലറായിട്ടാണ് അദ്ദേഹത്തിൻ്റെ കല്യാണം കഴിഞ്ഞ് പ്രണയ വിവാഹമായിരുന്നു. പിന്നെ ഇദ്ദേഹം ക്രിസ്ത്യൻ സമുദായത്തിലാണ്, ആ കുട്ടി ഹൈന്ദവ സമുദായത്തിൽ നിന്നാണെന്നാണ് എനിക്ക് മനസ്സിലാക്കാൻ പറ്റിയിട്ടുള്ളത്. ഓർമ്മ ശരിയാണെങ്കിൽ, തെറ്റുപറ്റങ്ങൾ പ്രേക്ഷകർ ക്ഷമിക്കുക. ഇത്തവണ ആ സീറ്റ് ലിൻഡോ തന്നെ മത്സരിക്കും. പക്ഷേ അപ്പുറത്ത് UDFന് വേണ്ടി ആര് മത്സരിക്കുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരു പക്ഷേ ലീഗ് ആ സീറ്റിൽ പിന്നെ കോൺഗ്രസുമായിട്ട് വെച്ച് മാറാനുള്ള ധാരണ ഉണ്ടാക്കിയിരുന്നതാണ്. അപ്പോൾ തിരുവമ്പാടി സീറ്റ് ജോസ് കെ മാണി UDFിലേക്ക് LDF വിട്ട് വന്നാൽ ജോസ് കെ മാണിക്ക് ഷുവർ സീറ്റ് എന്ന രീതിയിൽ ആ മണ്ഡലം വിട്ടുകൊടുക്കും. കാരണം അവിടെ ഒരു ക്രൈസ്തവ കാൻഡിഡേറ്റ് ആയിട്ട് ജോസ് കെ മാണി വന്നു നിന്ന് കഴിഞ്ഞാൽ സഭയുടെ പ്രിയപുത്രനായിരുന്നല്ലോ ജോസ് കെ മാണി. അഭയ കേസ് ഒക്കെ ഒതുക്കി കൊടുത്തതിൽ മാണിക്കുള്ള പങ്കും കാര്യങ്ങളും ഒക്കെ നമുക്ക് എല്ലാവർക്കും പിന്നെ പല രീതിയിലുള്ള അതിനെക്കുറിച്ചിട്ടുള്ള പിന്നെ വാർത്തകളൊക്കെ പുറത്തു വന്നിട്ടില്ല. അപ്പോൾ ജോസ് കെ മാണി വന്നു നിന്നാൽ ജോസ് കെ മാണി ജയിക്കുകയും ചെയ്യും. അപ്പോൾ അവിടെ അങ്ങനെ UDFിൻ്റെ സ്ഥാനാർത്ഥിയായിട്ട് വന്നു നിന്നാൽ പിന്നെ ജോസ് കെ മാണി LDF വിട്ട് UDFിലേക്ക് വരികയാണെങ്കിൽ അവിടെ ജോസ് കെ മാണിക്ക് ആ സീറ്റ് മുസ്ലിം ലീഗ് വിട്ടുകൊടുക്കും. എത്ര സീറ്റിൽ മത്സരിക്കുന്നു എന്നതിനല്ല, എത്ര സീറ്റ് വിജയിക്കാൻ പറ്റും. കോട്ടയം പോലെ ഒരിടത്തു നിന്നും അവിടെ ജോസ് കെ മാണിക്ക് സാധ്യതയുണ്ടോ? സാധ്യതകൾ മാത്രമാണ് ഇതൊക്കെ. മുന്നണി വിടുവോ ഇല്ലയൊന്നും നമുക്ക് പറയാൻ പറ്റില്ല. കാരണം അവസാന സമയത്ത് നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിൻ്റെ ഫലത്തെ ആശ്രയിച്ചിരിക്കും ഈ മുന്നണി വിടണോ ചാടണോ എന്നൊക്കെയുള്ളത് എല്ലാവരും തീരുമാനിക്കുന്നത്. അപ്പോൾ ചിലപ്പോൾ എല്ലാവരും കൂടെ മുങ്ങുന്ന കപ്പലാണ്. UDF അവിടെ ജയിച്ചാൽ ഇത് മുങ്ങാൻ പോവുകയാണ്. പാർട്ടി മാറിയതിന് ശേഷമുള്ള തെരഞ്ഞെടുപ്പില് ജോസ് കെ മാണിയുടെ പാർട്ടിക്ക് ഒരു പരാജയം കോട്ടയത്തുണ്ടായിരുന്നല്ലോ. അപ്പൊ അതുകൊണ്ട് ഇനി വീണ്ടും തിരിച്ചു വന്ന ഒരു വിശ്വാസം ആളുകൾക്ക് ഉണ്ടാകുമോ എന്നുള്ളൊരു അല്ല, അതൊക്കെ രാഷ്ട്രീയം എപ്പോഴും പിന്നെ സാധ്യതകളുടെ കലയാണെന്ന് പറയാറുള്ളത്. ഞാൻ പറഞ്ഞത് ഇവിടെ ഇങ്ങനെ സാധ്യത അവിടെ നിൽക്കുന്നുണ്ട്. മുസ്ലിം ലീഗിൽ നിന്ന് ആ സീറ്റിന് കോൺഗ്രസ് പോലും ഇപ്പം ശരിക്കും പറഞ്ഞാൽ അവർ ഈ ആര്യാടൻ ഷൗക്കത്തിന് തിരുവമ്പാടി സീറ്റ് ഓഫർ ചെയ്ത് വെച്ചാൽ മതിയായിരുന്നു. ഇപ്പം അൻവർ പറഞ്ഞതുപോലെ അതിൽ എഗ്രിമെൻ്റ് ഉണ്ടാക്കിയാൽ മതിയായിരുന്നു. മുസ്ലിം ലീഗിൻ്റെ സാന്നിധ്യത്തിൽ വാക്കാൽ കൊടുത്താൽ മതി. മുസ്ലിം ലീഗിനെ ഇവരെല്ലാം വിശ്വസിക്കും. ഇപ്പോൾ കുഞ്ഞാലിക്കുട്ടിയോ സാദിഖലി തങ്ങളോ ഇരിക്കുന്ന ഒരു വേദിയിൽ വെച്ച് UDF നേതൃത്വം പിന്നെ സതീശനും ചെന്നിത്തലയും ഇവരൊക്കെ കൂടെ ഇരുന്നിട്ട് KCC പ്രസിഡന്റും കൂടെ ഇരുന്നിട്ട് അവർ പറഞ്ഞു കഴിഞ്ഞാൽ ആ വാക്ക് ഇവരുടെ പ്രസൻസിലാണെന്നുണ്ടെങ്കിൽ പിന്നെ വാക്ക് മാറ്റാൻ പറ്റത്തില്ല. മറ്റേ കോൺഗ്രസ്സുകാരെ ഇവർ വിശ്വസിക്കത്തില്ല. അതേസമയം ലീഗിൻ്റെ മധ്യസ്ഥതയിൽ മീഡിയേഷനിൽ അങ്ങനെ ഒരു വാക്ക് കൊടുത്തിരുന്നെങ്കിൽ ആര്യാടൻ ഷൗക്കത്തിനെയൊക്കെ അഡ്ജസ്റ്റ് ചെയ്ത് പോകാമായിരുന്നു. 2 BS ജോയി അവിടെ നിർത്തിയിരുന്നെങ്കിൽ ഇപ്പോൾ ഒരു മത്സരം പോലും ഇല്ലായിരുന്നു. ഇത്രയും പൈസ ഒന്നും മുടക്കേണ്ട. ജോയി സ്ഥാനാർത്ഥിയാണെന്ന് പ്രഖ്യാപിച്ച ജോയി ജയിച്ചേനെ. അപ്പോൾ ആ ഒരു സ്ഥിതിയിൽ പിന്നെ എങ്ങനെയൊക്കെ വരും എന്നുള്ളത് അറിയില്ല. ആര്യാടൻ ഷൗക്കത്ത് കൂടെ നിന്നാലും ജയിക്കുമായിരുന്നു തിരുവമ്പാടിയിൽ നിന്നാൽ. അപ്പോൾ അതാണ് അവിടുത്തെ ഒരു സ്ഥിതി. കാരണം BJPയെ സംബന്ധിച്ചിടത്തോളം അവർ വലിയൊരു ഫാക്ടറല്ല. ആ സീറ്റിനകത്ത് നല്ല സ്ഥാനാർത്ഥിയെ നിർത്തി ലീഗിൽ നിന്ന് കോൺഗ്രസ് ഏറ്റെടുത്തിട്ട് കോൺഗ്രസ് നല്ല സ്ഥാനാർത്ഥിയെ നിർത്തിയാലും ജോസ് കെ മാണി അവിടെ വന്നു നിന്നാൽ ജയിക്കാൻ സാധ്യതയുള്ള മണ്ഡലമാണ്. പിന്നെ അല്ലാതെ കോൺഗ്രസ് ഏറ്റെടുത്തിട്ട് നല്ല സ്ഥാനാർത്ഥി അവിടെ പ്ലേസ് ചെയ്ത് കഴിഞ്ഞാൽ അവിടെ പിന്നെ വളരെ ശക്തമായൊരു മത്സരം ഉണ്ടാകും. ഒരു പക്ഷേ ലിൻഡോ സ്വീകാര്യനാണെങ്കിൽ തന്നെയും ഭരണവിരുദ്ധ വികാരം ഉള്ളതുകൊണ്ട് നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിൽ UDF ജയിക്കുകയാണെങ്കിൽ തിരുവമ്പാടി സീറ്റ് UDF ജയിക്കും. ഇനി നമ്മുടെ തിരുവല്ലയിലേക്ക് വരുമ്പോൾ മാത്യു ടി തോമസ് ആണ് അവിടെ. അത് CPMന്റെ തന്നെയാണ്. ഇനി CPM അത് നിലനിർത്തുമോ? എങ്ങനെയാണ് അവിടുത്തെ ഒരു രാഷ്ട്രീയ സാഹചര്യം 2026 ഉണ്ടാവുക? മാത്യു ടി തോമസ് വളരെ സൗമ്യനായ ഒരു രാഷ്ട്രീയക്കാരനാണ്. ഈ തിരുവല്ലയെ സംബന്ധിച്ചിടത്തോളം തിരുവല്ലയുടെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തിരുവല്ല പിന്നെ എല്ലാ കാലത്തും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആരോടും പ്രത്യേകിച്ച് ഒരു ചായ്വൊന്നും കാണിച്ചിട്ടില്ല. ഇത് 1957 രൂപീകൃതമായ മണ്ഡലമാണ്. ലോകത്തെ എല്ലാ ക്രൈസ്തവ സഭകളുടെയും ഹെഡ്ക്വാർട്ടേഴ്സൊക്കെ അവിടെ ഉണ്ട്. പിന്നെ മാർത്തോമ സഭ അവിടെ നിർണായകമായ ശക്തിയാണ്. ഏറ്റവും കൂടുതൽ വോട്ടർമാരുള്ളത് മാർത്തോമ സഭയ്ക്കാണെന്ന് എനിക്ക് തോന്നുന്നു. ഓർത്തഡോക്സ് സഭയിൽപ്പെട്ടവരും ഒരുപാട് പേരുണ്ട്. യാക്കോബൈറ്റ്സ് കുറേ പേരൊക്കെ ഉണ്ട്. പെന്തിക്കോസ് വിഭാഗങ്ങളെല്ലാം അവിടെയുണ്ട്. അവരുടെ കേന്ദ്രമായിട്ടുള്ള കുമ്പനാടൊക്കെ ഈ മണ്ഡലത്തിൻ്റെ പരിധിയിലാണെന്ന് എനിക്ക് തോന്നുന്നത്. അപ്പം അവിടെ 1987 കേവലം 26 വയസ്സിലാണ് മാത്യു തോമസ് അവിടെ നിന്ന് മത്സരിച്ച് ജയിക്കുന്നത്. 57 മാത്രമേ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ സ്ഥാനാർത്ഥി അവിടെ നിന്ന് പിന്നെ മത്സരിച്ച് ജയിച്ചിട്ടുള്ളൂ. പിന്നെ LDFിൻ്റെ ഭാഗമായിട്ടാണെങ്കിലും UDFിൻ്റെ ഭാഗമായിട്ടാണെങ്കിലും എല്ലാം ഇങ്ങനെയുള്ള ആളുകളാണ് മാറി മാറി അവിടെ മത്സരിച്ച് ജയിച്ചുകൊണ്ടിരിക്കുന്നത്. ബാക്കിയുള്ള പാർട്ടിക്കാരാണ്. മറ്റൊന്ന് ഈ മണ്ഡലത്തിൻ്റെ മറ്റൊരു സവിശേഷത, പ്രഥമ തെരഞ്ഞെടുപ്പിൽ അവിടെ നിന്ന് G പത്മനാഭൻ തമ്പി ആണ് മത്സരിച്ച് വിജയിക്കുന്നത്, കമ്മ്യൂണിസ്റ്റുകാരൻ. ഇതിനുശേഷം പിന്നീട് അവിടെ നിന്ന് ആ നിയമസഭാ മണ്ഡലത്തെ അവിടെ നിന്ന് ഇങ്ങോട്ട് ഇക്കാലം വരെ പ്രതിനിധീകരിക്കുന്നത്
ക്രൈസ്തവ മതവിശ്വാസികളായിട്ടുള്ള ക്രൈസ്തവ മതത്തിൽപ്പെട്ട ആളുകളാണ്. മാത്യു തോമസ് ഞാൻ പറഞ്ഞു വളരെ സൗമ്യനാണ്. അദ്ദേഹം 87-26 വയസ്സിൽ മത്സരിച്ചു, വിജയിച്ചു, അങ്ങനെ MLA ആയി. അദ്ദേഹത്തിൻ്റെ പിതാവ് മാർത്തോമാ സഭയിലെ ഒരു വൈദികനാണ്, ഇപ്പം റിട്ടയർഡായി, വൈദികനായിരുന്നു. അദ്ദേഹം വളരെ സൗമ്യമായിട്ടുള്ള രീതിയിലാണ് കാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്നത്. പക്ഷേ ഈ പാർട്ടി എന്ന് പറയുന്നത് ദേവഗൗഡയുടെ പാർട്ടിയാണ്. മേലെ BJPയുമായിട്ട് അലയൻസ്, ഇവിടെ അവരുടെ സംസ്ഥാന ഘടകം CPMുമായിട്ട് അലയൻസ്. അങ്ങനെ വളരെ വിചിത്രമായിട്ട് കാഴ്ചയുണ്ട്. മാത്യു തോമസ് പിന്നീട് രണ്ടാമത് വരുന്നത് എനിക്ക് തോന്നുന്നത് 2006 തോന്നുന്നു മാത്യു തോമസ് വരുന്നത്. 2006 മത്സരിച്ച് അതായത് ഒരു ഗ്യാപ്പിന് ശേഷമാണ് വരുന്നത്. 87 മത്സരിച്ച് വിജയിച്ച് പിന്നീട് 2006 ഒരുപാട് കാലത്തിന് ശേഷം വരുന്നത്. പരിഭവങ്ങളൊന്നുമില്ല, വിവരക്കേടൊന്നും പറയത്തില്ല, വൃത്തികേട് പറയത്തില്ല, രാഷ്ട്രീയത്തിലെ നെറികേടുകൾ കാണിക്കത്തില്ല. ഒരു പക്ഷത്ത് എന്നാൽ അതിനകത്ത് മാന്യമായിട്ട് നിൽക്കുന്ന ആളാണ്. അധികാരമോഹിയല്ല, അങ്ങനെയുള്ള പാർലമെന്ററി വ്യാമോഹമൊന്നുമില്ല. അദ്ദേഹം 2006 മത്സരിച്ച് വിജയിച്ചു, മന്ത്രിയാവുന്നു. സത്യത്തിൽ ശ്രേയാംസ് കുമാറിനെ മന്ത്രിയാക്കാനായിരുന്നു വീരേന്ദ്രകുമാറിന് താല്പര്യം. അപ്പോൾ വേറെ ആരെങ്കിലും വരാതിരിക്കാൻ വേണ്ടി വെട്ടിയിട്ട് പിന്നെ മാത്യു തോമസിനെ ആക്കുന്നു. പക്ഷേ മാത്യു തോമസ് മന്ത്രിയായിരിക്കുമ്പം 2009 കോഴിക്കോട് പാർലമെൻറ്റ് സീറ്റ് MP വീരേന്ദ്രകുമാറിന് നിഷേധിക്കപ്പെടുന്ന സമയത്ത് ഇവർ മുന്നണി ആദ്യം മന്ത്രിസ്ഥാനത്ത് നിന്ന് രാജിവെക്കാൻ ആവശ്യപ്പെടുന്നു MP വീരേന്ദ്രകുമാറിനോട് പ്രതിഷേധത്തിൻ്റെ ഭാഗമായിട്ട്. മന്ത്രിസ്ഥാനം മാത്യു തോമസ് പാർട്ടി പറഞ്ഞതനുസരിച്ചും രാജിവെച്ചു. അത് കഴിഞ്ഞ് മുന്നണി വിടാൻ തീരുമാനിച്ചപ്പോൾ മാത്യു തോമസ് പാർട്ടി വളർത്തി. കൂടുതൽ MLAമാർ മാത്യു തോമസിൻ്റെ കൂടെ വന്നു. മാത്യു തോമസ് LDFൻ്റെ കൂടെ തുടരുകയും താൻ രാജിവെച്ച മന്ത്രിസ്ഥാനത്തെ ഒഴിവിലേക്ക് തൻ്റെ കൂടെ നിൽക്കുന്ന ജോസ് തെറ്റയിലിനെ മന്ത്രിയാക്കുകയും ചെയ്തു. ജോസ് തെറ്റയിൽ ഒരു സ്ത്രീ വിഷയത്തിലൊക്കെ പോയി കുടുങ്ങി മോനെ കൊണ്ട് കല്യാണം നടത്താമെന്ന് പറഞ്ഞിട്ടൊരു പെൺകൊച്ചിനെ ഇയാൾ തന്നെ ലൈംഗികമായിട്ട് ദുരുപയോഗം ചെയ്യുകയൊക്കെ ചെയ്ത് അങ്ങനെ വിഷയത്തിലേക്ക് ഭാഗമായിട്ട് പിന്നീട് പുള്ളിയുടെ രാഷ്ട്രീയ ഭാവിയൊക്കെ തീർന്നു. ഇനി ഇവിടെ നിന്നാലൊന്നും ജയിക്കത്തില്ല. എന്തായാലും മാത്യു തോമസിലേക്ക് തിരിച്ചു വന്നു കഴിഞ്ഞാൽ മാത്യു തോമസ് തുടർച്ചയായിട്ട് 2006 മത്സരിക്കുന്നു, മന്ത്രിയാവുന്നു. 2011 മത്സരിച്ചു, MLA ആവുന്നു. 2016 മത്സരിച്ചു, വിജയിക്കുന്നു. 2021 മത്സരിച്ച് വിജയിക്കുന്നു. അപ്പോഴും പുള്ളി മന്ത്രിയായില്ല. MP വീരേന്ദ്രകുമാറിൻ്റെ കൂടെ പോയ കൃഷ്ണൻകുട്ടിയെ, ചിറ്റൂർ MLA കൃഷ്ണൻകുട്ടി തിരിച്ച് പാർട്ടിക്ക് കൊണ്ടുവന്ന് പാർട്ടിയുടെ സ്ഥാനാർത്ഥിയായിട്ട് ഇടതുമുന്നണിയുടെ സ്ഥാനാർത്ഥിയായിട്ട് മത്സരിപ്പിച്ച് വിജയിപ്പിച്ചപ്പോൾ അദ്ദേഹത്തെ മന്ത്രിയാക്കി. അങ്ങനെ ഞാൻ പറഞ്ഞു, അധികാരം മോഹിയായിട്ടുള്ളൊരു മനുഷ്യനല്ല അദ്ദേഹം. പക്ഷേ അവിടെ വിഷയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ BJPക്ക് വളരെ സാധ്യതകളുള്ള ഒരു മണ്ഡലമാണ്. രണ്ടാം സ്ഥാനത്തെത്തിയ എത്താൻ 99% സാധ്യതയുള്ളൊരു മണ്ഡലമാണ്. അവിടെ മാറി മാറി മാത്യു തോമസിനോട് മത്സരിച്ചിട്ടുള്ളത് കേരള കോൺഗ്രസിൻ്റെ ആളുകളാണ് അവിടെ മത്സരിച്ചിട്ടുള്ളത് എല്ലാ കാലത്തും. ഒരുപക്ഷെ മാത്യു തോമസിൻ്റെ കൂടെ ശ്രേയാംസ് കുമാർ വിഭാഗം ഇതിനകത്ത് ലയിക്കുന്ന കാര്യം പലവട്ടം CPM നിർദ്ദേശിച്ചിട്ടുള്ളതാണ്. അങ്ങനെ ലയിക്കുന്ന സ്ഥിതി ഉണ്ടെങ്കിൽ ശ്രേയാംസ് കുമാർ വിഭാഗത്തിലെ വർഗീസ് ജോർജിന് വേണമെങ്കിൽ അദ്ദേഹത്തിന് വേണ്ടിയിട്ട് വേണമെങ്കിൽ മാത്യു തോമസ് ഈ സ്ഥാനം മാറിക്കൊടുക്കാനും സാധ്യതയുണ്ട്. പാർലമെന്ററി രംഗത്തൊക്കെ മടുപ്പ് തോന്നിയിട്ട് സ്വയം മാറുന്ന നമ്മളുടെ നിസ്വാർത്ഥനായ രാഷ്ട്രീയ പ്രവർത്തകനാണ്. അങ്ങനെ വർഗീസ് ജോർജിനെ നിർത്താനുള്ള സാധ്യത ഒരു വശത്തേയും കാണുന്നുണ്ട്. അതും മാർത്തോമാ സഭാ അംഗമാണ്. ഇനി അതല്ല എന്നുണ്ടെങ്കിൽ, കാരണം അദ്ദേഹത്തോട് സ്ഥിരമായി തോറ്റുകൊണ്ടിരിക്കുന്ന ആൾക്കാരെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാവരും ഞാൻ പറഞ്ഞില്ലേ, ഈ തെരഞ്ഞെടുപ്പ് ഫലങ്ങൾ എടുത്തു നോക്കുമ്പം കഴിഞ്ഞ തവണ കുഞ്ഞുകോശി ഇപ്പോൾ മത്സരിച്ച് പരാജയപ്പെട്ടു. അതിനു മുമ്പ് ജോസഫ് M പുതുശ്ശേരി, അതിനു മുമ്പ് വിക്ടർ ടി തോമസ് കോഴഞ്ചേരി പഞ്ചായത്ത് പ്രസിഡന്റും ആയിരുന്നു. അപ്പോൾ വിക്ടർ ടി തോമസിനെ മാണി പ്രത്യേക താല്പര്യം എടുത്ത് അങ്ങനെ കൊണ്ടുവന്നപ്പോൾ ആ ജോസഫ് M പുതുശ്ശേരി മാണിയുടെ അടുത്തുനിന്ന് പാർട്ടി വിട്ട് ജോസഫിൻ്റെ കൂടെ പോന്നു. പിന്നെ വന്നിട്ട് വിക്ടർ ടി തോമസിന് പണി കൊടുത്തു. പിന്നെ ഈ ഇദ്ദേഹം മത്സരിച്ച് വിജയിക്കുമ്പോൾ തിരിച്ച് വിക്ടർ ടി തോമസ് ഇങ്ങേർക്ക് പണി കൊടുത്തു. അങ്ങനെയൊക്കെയാണ് അവിടുത്തെ രാഷ്ട്രീയ സ്ഥിതി എന്ന് പറയുന്നത്. അതേപോലെ തന്നെ അവിടെ 91-ലും 96-ലും 2001-ലും MLA ആയി മത്സരിച്ച് വിജയിച്ച മാമൻ മത്തായി 2003-ൽ മരണപ്പെട്ടപ്പോൾ ഉപതെരഞ്ഞെടുപ്പിൽ അദ്ദേഹത്തിൻ്റെ ഭാര്യ എലിസബത്ത് മാമൻ മത്തായിയെ മത്സരിപ്പിക്കുകയും വിജയിക്കുകയും ചെയ്തതാണ്. അവരെ പിന്നീട് പരാജയപ്പെടുത്തിയിട്ടാണ് മാത്യു തോമസ് വരുന്നത്. ആ മണ്ഡലത്തിനകത്തുള്ള പ്രത്യേകത എന്ന് പറഞ്ഞാൽ, ഒരു പക്ഷേ കേരള കോൺഗ്രസ് ജോസഫ് ഗ്രൂപ്പ് അവിടെ മത്സരിക്കുകയാണെങ്കിൽ അവരുടെ ഒരു അഡ്വക്കേറ്റ് വർഗീസ് മാമൻ അവിടെ മത്സരിക്കാൻ സാധ്യതയുണ്ട്. അദ്ദേഹം നന്നായിട്ട് അവിടെ ഒരു അടിത്തട്ടിൽ ജനങ്ങൾക്കിടയിൽ പ്രവർത്തിക്കുന്ന ഒരു വ്യക്തിയാണ്. ലോയറായിട്ട് പ്രാക്ടീസ് ചെയ്യുന്നുണ്ട്. അദ്ദേഹം ഇപ്പോൾ പൊതുപ്രവർത്തകനാണ്. ഇപ്പോൾ UDFൻ്റെ സ്ഥാനാർത്ഥിയായിട്ട് അഡ്വക്കേറ്റ് വർഗീസ് മാമൻ വരികയും ഒക്കെ ചെയ്യുമ്പം ഇപ്പുറത്ത് BJPയുടെ സ്ഥാനാർത്ഥിയായിട്ട് NDAയുടെ സ്ഥാനാർത്ഥിയായിട്ട് ആര് വരുമെന്നുള്ളതാണ് ഏറ്റവും പ്രസക്തമായിട്ടുള്ള കാര്യം. കഴിഞ്ഞ തവണ തന്നെ NDAയുടെ സ്ഥാനാർത്ഥിയായിട്ട് അവിടെ എല്ലാവരും പ്രതീക്ഷിച്ചിരുന്നത് RSS സംഘത്തിലൂടെ കടന്നു വന്ന നല്ല വാഗ്മിയായ ഇംഗ്ലീഷും മലയാളവും ഹിന്ദിയും അനായാസം കൈകാര്യം ചെയ്യുന്ന അനൂപ് ആൻ്റണി യുവമോർച്ചയുടെ ദേശീയ സെക്രട്ടറി ആയിരുന്നു. ഇപ്പം പത്തനംതിട്ട ജില്ലയുടെ പ്രഭാരിയാണ്. അതേപോലെ തന്നെ അവരുടെ മീഡിയ സെല്ലിൻ്റെ സ്റ്റേറ്റ് കൺവീനറാണ് ഈ അനൂപ് ആൻ്റണി. നല്ലൊരു പ്രസൻറ്ററാണ്, നല്ല ബ്രില്യൻ്റ് ആയിട്ടുള്ള പൊളിറ്റീഷ്യനാണ്, ചെറുപ്പക്കാരനാണ്, ഇതിൻ്റെ ഊർജ്ജസ്വലതയുണ്ട്. അപ്പോൾ അനൂപ് ആൻ്റണി അവിടെ സ്ഥാനാർത്ഥിയാക്കാതിരുന്നതിൽ കഴിഞ്ഞ തവണ അശോകൻ കുളനട എന്ന് പറയുന്ന BJPയുടെ ജില്ലാ പ്രസിഡന്റ്, പത്തനംതിട്ട ജില്ലാ പ്രസിഡന്റാണ് അവിടെ മത്സരിക്കുന്നത്. അശോകൻ കുളനടയെ സ്ഥാനാർത്ഥിയായിട്ട് പ്രഖ്യാപിച്ചു കഴിഞ്ഞപ്പോൾ അമ്മമാർ ഉൾപ്പെടെയുള്ളവർ, അങ്ങനെയുള്ളൊരു സ്ത്രീകൾ, അവർ BJPയുടെ ആളുകൾ അശോകൻ കുളനടയെ തടഞ്ഞു വെക്കുന്ന അവസ്ഥയിലേക്ക് വരെ കാര്യങ്ങൾ എത്തിയായിരുന്നു. സത്യത്തിൽ അനൂപ് ആൻ്റണി ആണെന്നുണ്ടെങ്കിൽ കഴിഞ്ഞ തവണ തന്നെ അവർക്ക് 2ാം സ്ഥാനത്തോടെ എത്താൻ പറ്റുമായിരുന്നു. പത്തനംതിട്ട ലോക്സഭാ മണ്ഡലത്തിലേക്ക് അനൂപ് ആൻ്റണിയെ
പിന്നെ പ്ലേസ് ചെയ്യാമെന്ന് ഇവർ കരുതിയിരിക്കുകയും സുരേന്ദ്രനും താല്പര്യം ഉണ്ടായിരുന്നു അവിടെ മത്സരിക്കാൻ. കുമ്മനത്തിനെ നിർത്തുന്നതിനെ കുറിച്ചുള്ള ആലോചന ഉണ്ടായിരുന്നു. പക്ഷേ അപ്പോഴാണ് അനിൽ ആൻ്റണി, നമ്മളെ എ കെ ആന്റണിയുടെ മകൻ അനിൽ ആൻ്റണി പിന്നെ BJP പോയി ചേർന്നപ്പോൾ അവനെ എവിടെയെങ്കിലും കൊണ്ടിരുത്തണം. ഒരു കുഴപ്പമില്ലാത്ത പി സി ജോർജിന് അതിലേറെ ആഗ്രഹമുണ്ടായിരുന്നു. പി സി ജോർജിന് അപ്പോൾ അങ്ങനെയാണ് അനിൽ ആൻ്റണി നിന്നത്. പക്ഷേ അനിൽ ആൻ്റണിയും അനൂപ് ആൻ്റണിയൊക്കെ തമ്മിൽ പിന്നെ ആനയാടും പോലുള്ള വ്യത്യാസമുണ്ട്. അദ്ദേഹത്തിൻ്റെ ഇവിടുത്തെ ഇടനിലക്കാർ ഇവിടുത്തെ സ്റ്റേറ്റ് ലീഡർഷിപ്പുമായിട്ടൊന്നും അല്ല അദ്ദേഹത്തിൻ്റെ ഡീല്. അമിത്ഷായുടെയും നരേന്ദ്രമോദിയുടെയും ഓഫീസിന് നേരിട്ട് റിപ്പോർട്ട് കൊടുക്കുന്ന ഒരാളാണ്, ഗ്രീൻ ചാനലുള്ള ആളാണ് അവരുമായിട്ട്. അപ്പോൾ ആ രീതിയിൽ RSSൻ്റെ വിശ്വസ്തനുമാണ്. ഈ അവിടെ വലിയൊരു സംഘടനാപരമായ പൊട്ടിത്തെറി ഉണ്ടായിരുന്ന സ്ഥിതിയിലേക്ക് കാര്യങ്ങൾ പോയപ്പം 2021 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ അവിടെ അനൂപിനെ നിർത്താതിരുന്നപ്പം, അനൂപ് ഓർത്തഡോക്സുകാരനാണ്, അപ്പം അനൂപിനെ നിർത്താതിരുന്നപ്പോൾ അങ്ങനെ പൊട്ടിത്തെറി ഉണ്ടാകുന്ന സ്ഥിതിയിലേക്ക് എത്തിയപ്പം RSS നേതൃത്വം ഇടപെട്ട് അവരുടെ എല്ലാ കാര്യവാഹകന്മാരെയും ബാക്കി പിന്നെ അവരെ അങ്ങനെ കുറേ വാഹകന്മാരൊക്കെ ഉണ്ടല്ലോ, ഇവരെ സംഘടനാ സംവിധാനത്തിലെ പ്രഭാരിമാരെ, ഇങ്ങനെയുള്ള ഇവരുടെ സംഘത്തിൻ്റെ പ്രവർത്തകരെയും കാര്യപ്പെട്ട നേതാക്കന്മാരെയൊക്കെ വിളിച്ചു വരുത്തിയിരുത്തി ഇതൊരു തെരുവിലേക്ക് പോകരുത്, എന്തു വന്നാലും പറഞ്ഞ സ്ഥാനാർത്ഥി, പ്രഖ്യാപിച്ച സ്ഥാനാർത്ഥിക്ക് വേണ്ടിയിട്ട് നിങ്ങൾ സഹകരിക്കണം എന്നുള്ള രീതിയിൽ പറഞ്ഞ് അങ്ങനെ പിന്നെ ഞങ്ങൾ സ്ഥാനാർത്ഥിയാക്കാൻ വേണ്ടി എല്ലാ ശ്രമവും നടത്തിയതാണെന്നുള്ളത് RSSൻ്റെ നേതൃത്വം RSSൻ്റെ കീഴ്ഘടകങ്ങളോട് അങ്ങനെ പറഞ്ഞിരുന്നു. പക്ഷേ അനൂപിനെ അത്തവണ കൊണ്ടുപോയി നിർത്തിയത്, പത്തനംതിട്ടക്കാരനായ അനൂപിനെ കൊണ്ടുപോയി നിർത്തിയത് ആലപ്പുഴ ജില്ലയിലെ അമ്പലപ്പുഴ മണ്ഡലത്തിൽ കൊണ്ടുപോയി നിർത്തി. നമ്മളെ G സുധാകരൻ കാലങ്ങളായിട്ട് മത്സരിച്ച് വെച്ചിരുന്നു. കഴിഞ്ഞ തവണ സലാമിനാണ് കൊടുത്തത്. സലാം അവിടുത്തെ സിറ്റിംഗ് MLA. സലാമിനെതിരെ ഒരുപാട് ആരോപണങ്ങളുണ്ട്. ഇപ്പോൾ ആലപ്പുഴയിലെ മുൻ MP ആരിഫിനെതിരെ ഉള്ളതുപോലെ തന്നെ രഹസ്യമായ സുഡാപ്പി ബന്ധമുണ്ടെന്നൊക്കെയുള്ള രീതിയിലുള്ള ആക്ഷേപങ്ങളൊക്കെ ഉണ്ട്. അമ്പലപ്പുഴയിൽ കൊണ്ടുപോയി നിർത്തിയിട്ട് പോലും അനൂപ് ആൻ്റണി നല്ല തകർപ്പൻ പ്രകടനമാണ് കാഴ്ചവെച്ചത്. അപ്പോൾ ഞാൻ വിശ്വസിക്കുന്നത് ആര് ജയിക്കും എന്നുള്ളത് എനിക്കറിയില്ല. ആര് ജയിക്കും എന്നുള്ളത് പ്രവചിക്കാൻ അസാധ്യമാണ്. ഇപ്പോൾ നമ്മൾ ഈ പറഞ്ഞ പോലെ കേരള കോൺഗ്രസിൻ്റെ അഡ്വക്കേറ്റ് വരികയും അതേപോലെ തന്നെ മറുവശത്ത് മാത്യു തോമസ് നിൽക്കുക അല്ലെങ്കിൽ വർഗീസ് ജോർജ് നിൽക്കുകയും ഒക്കെ ചെയ്യുകയും LDFന് വേണ്ടിയിട്ട്. പിന്നെ അതോടൊപ്പം അനൂപ് ആൻ്റണി 100% സ്ഥാനാർത്ഥിത്വം ഉറപ്പിച്ചു കഴിഞ്ഞു എന്ന് തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത്. അനൂപ് ആൻ്റണിയെ അവിടെ പിന്നെ NDA സ്ഥാനാർത്ഥിയായിട്ട് മത്സരിക്കുകയും ചെയ്ത് കഴിഞ്ഞാൽ ഒരു ഫോട്ടോ ഫിനിഷിലേക്ക് കാര്യങ്ങൾ നീങ്ങും. UDF LDF ആരാ ജയിക്കാമെന്ന് എനിക്കറിയില്ല. പക്ഷേ അനൂപ് ആൻ്റണി 2ാം സ്ഥാനത്തെത്താനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ LDF ജയിച്ചാൽ UDF 3ാം സ്ഥാനത്ത് പോകും, UDF ജയിച്ചാൽ LDF 3ാം സ്ഥാനത്ത് പോകും എന്നുള്ളതാണ് ഇപ്പോഴത്തെ ഒരു സിനാറിയോ.